ഞാനിന്ന് ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ദോശയുടെ ബാറ്റർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 3 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ സാധാരണ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി റൈസ് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ സോനാ മസൂരി റൈസോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ ഞാൻ 1 കപ്പ് ഉഴുന്ന് കൂടി എടുത്തിട്ടുണ്ട്. ഉഴുന്നിൻ്റെ കൂടെ 1 സ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ടാണ് നമ്മളിത് കുതിർത്തി വെക്കാൻ പോകുന്നത്. നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇത് കുതിർത്തി വെക്കാനായിട്ട്. 6 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് കഴുകി കുതിർത്താൻ വെക്കാം. കുതിർത്തി വെച്ചിട്ട് ഇപ്പോൾ 6 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് അരച്ചെടുക്കാം. ആദ്യം നമുക്ക് ഈ ഉഴുന്നും ഉലുവയും കൂടി അരയ്ക്കാം. അതിൻ്റെ കൂടെ ഞാൻ 1 കപ്പ് അവൽ കൂടി ചേർക്കുന്നുണ്ട്. അവല് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളത്തിൽ നിന്ന് ഒന്ന് വാരിയെടുത്താൽ മാത്രം മതി. ഒത്തിരി കുതിർത്തി വെക്കേണ്ട കാര്യമില്ല. അതുകൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്തൊന്ന് അരച്ചെടുക്കാം. നമ്മൾ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 8 മണിക്കൂർ പൊങ്ങാൻ വേണ്ടി വെക്കാം. ഞാൻ ഓവർനൈറ്റ് ആണ് വെക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതും കൊണ്ട് ദോശ ഉണ്ടാക്കാം. ഇപ്പം നമ്മൾ മാവ് കലക്കി വെച്ചിട്ട് 8 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ആവശ്യത്തിനുള്ള മാവ് എടുത്തിട്ട് ദോശ ഉണ്ടാക്കാം. കുറച്ച് മാവ് ഒരു ബൗളിലേക്ക് മാറ്റാം. പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ആദ്യം നമുക്ക് ഈ മാവ് വെച്ചിട്ട് സാധാരണ ഒരു ദോശ ഉണ്ടാക്കാം. അല്പം ഓയിലോ ഗീയോ എന്തെങ്കിലും ഇതിന്റെ മുകളിൽ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാം. ഇതിന്റെ സൈഡിൽ കൂടി ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പിസ്സ ദോശ ഉണ്ടാക്കാം. പിസ്സ ദോശ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചീസും എടുത്തിട്ടുണ്ട്. മോസറല്ല ചീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളത് ഒണിയൻ കട്ട് ചെയ്തതാണ് ചെറുതായിട്ട്. പിന്നെ ക്യാപ്സിക്കം റെഡും യെല്ലോയും ഗ്രീനും ഉണ്ട്. കുറച്ച് ടൊമാറ്റോ കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഗ്രീൻ ഒലിവ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇത് കൂടാതെ ഇതിലേക്ക് ഇറ്റാലിയൻ സീസണിങ്സ് ചേർക്കുന്നുണ്ട്. പിന്നെ പിസ്സ സോസ് വേണം. ഇത്രയും നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു പിസ്സ സോസ് ഉണ്ടാക്കണം. ഞാനിവിടെ ഇൻസ്റ്റന്റ് പിസ്സ സോസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് ആണ് എടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഗാർലിക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. പിന്നെ ഇറ്റാലിയൻ സീസണിങ്സ് ചേർക്കുമ്പോഴാണ് പിസ്സയ്ക്ക് അതിൻ്റെ ആ ടേസ്റ്റ് ഒക്കെ വരത്തുള്ളൂ. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ബേസിൽ ലീവ്സും 1/2 ടീസ്പൂൺ ഒറിഗാനോയും ചേർക്കുന്നുണ്ട്. അര ടീസ്പൂൺ പാപ്രിക്ക പൗഡറും കൂടി ചേർത്തിട്ട് നമ്മൾക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. പാപ്രിക്ക പൗഡർ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇറ്റാലിയൻ സീസണിങ്സും അതിൻ്റെ ഒപ്പം തന്നെ വാങ്ങാൻ കിട്ടുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റന്റ് പിസ്സ സോസ് റെഡിയാണ്. ഇനി നമുക്ക് പിസ്സ ഉണ്ടാക്കാം. ചൂടായ പാനിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി കട്ടിയിൽ തന്നെയാണ് ഞാനിത് പരത്തുന്നത്. ഇതിന്റെ മുകൾ വശം ഒന്ന് കുക്കായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിന്റെ മുകളിലേക്ക് നമ്മുടെ പിസ്സ സോസ് പുരട്ടി കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതിന്റെ മുകൾ വശം ഒന്ന് കുക്കായിട്ടുണ്ട്. നമുക്കിതിന്റെ മുകളിലേക്ക് പിസ്സ സോസ് ഒന്ന് പുരട്ടി കൊടുക്കാം.
നമ്മളിവിടെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പിസ്സ സോസ് ആണ് യൂസ് ചെയ്യുന്നത്. അല്ലാത്ത ശരിക്കുള്ള പിസ്സ സോസിന്റെ റെസിപ്പി ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി ഇതിലേക്ക് അല്പം മോസറല്ല ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ചേർക്കാം. ആദ്യം സവാള ചേർക്കാം. ടൊമാറ്റോ ചേർക്കാം. ഇനി ക്യാപ്സിക്കം ഓരോന്നായിട്ട് ചേർക്കാം. റെഡും യെല്ലോയും ഗ്രീനും ചേർക്കാം. ഇനി ഒലിവ് ചേർക്കാം. ബ്ലാക്ക് ഒലിവ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. നമ്മളിപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മഷ്റൂം ഒക്കെ ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഇറ്റാലിയൻ സീസണിങ്സ് ആണ്. ഞാൻ അല്പം ബേസിൽ ലീവ്സും ഒറിഗാനോയും കൂടി ചേർക്കുന്നുണ്ട്. അതൊക്കെ ചേർക്കുമ്പോഴാണ് പിസ്സയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് വരത്തുള്ളൂ. നമ്മൾ പിസ്സ സോസിൽ അല്പം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിലും കൂടി അല്പം സ്പ്രെഡ് ചെയ്യുകയാണ്. പിന്നെ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് മോസറല്ല ചീസ് കൂടി ചേർക്കാം. അല്പം റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാം. ഞാനൊരു 1/4 ടീസ്പൂൺ എടുക്കുന്നില്ല, അതിനേക്കാൾ കുറവാണ് എടുക്കുന്നത്. ഇനി മോസറല്ല ചീസ് ചേർക്കാം. അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരണം. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. പിസ്സ ഇപ്പോൾ പാകമായിട്ടുണ്ട്. ചീസൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. നമ്മുടെ പിസ്സ ദോശ റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ദോശ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വലിയ ഇഷ്ടമായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.